ചേട്ടാ ഈ ജമാഅത്ത് ഇസ്ലാമിയുടെ കാര്യത്തിൽ ഈ സി പി എമ്മിന് എന്താണ് ഇത്രക്കൊരു ഇൻട്രസ്റ്റ് എന്നൊരു ചോദ്യമുണ്ട്. കാരണം നമുക്കറിയാം മലബാർ രാഷ്ട്രീയത്തെ സംബന്ധിച്ച് മുസ്ലിം ലീഗ് ഒരു ഘടകമാണ്. പക്ഷെ അവിടെ ജമാഅത്ത് ഇസ്ലാമിയെ സി പി എം കൂട്ടുപിടിക്കേണ്ടത്, അല്ലെങ്കിൽ ജമാഅത്ത് ഇസ്ലാമി അവരുടെ കയ്യിൽ നിന്ന് പോകുമെന്ന് പറയുമ്പോൾ സി പി എം എന്തിനാണ് ഭയപ്പെടുന്നത്? അതായത് രാഹുൽ, ഇതിനകത്ത് നമ്മൾ ഈ ഇപ്പോൾ ലോക്സഭ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞല്ലോ, അതിന് മുമ്പുണ്ടായിരുന്ന 18-19 ലോക്സഭ ഓർമ്മയുണ്ടല്ലോ. ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സി പി എമ്മിൻ്റെ സ്റ്റാൻഡ് എന്തായിരുന്നു? അല്ലെങ്കിൽ ഈ കഴിഞ്ഞ 21 നിയമസഭാ തിരഞ്ഞെടുപ്പിലെ സ്റ്റാൻഡ് എന്തായിരുന്നു? അവർ ഒരിക്കലും പ്രതീക്ഷിക്കാതെ അവർ വീണ്ടും ഭരണത്തിലേക്ക് വന്നത് ന്യൂനപക്ഷങ്ങളുടെ വോട്ട് കിട്ടിയിട്ടാണ് അവർ വന്നത്, അല്ലേ? ഇപ്പോൾ ബേപ്പൂര് അദ്ദേഹത്തിൻ്റെ മരുമകൻ ജയിച്ചത് മുതൽ അവർക്ക് പ്രതീക്ഷിക്കാത്ത വോട്ട് കോഴിക്കോട്, കണ്ണൂരൊക്കെ തന്നെ അവർക്ക് നിയമസഭയിലേക്ക് അംഗങ്ങൾ കിട്ടിയത് ന്യൂനപക്ഷ സമുദായത്തിൻ്റെ, കോഴിക്കോടും കണ്ണൂരും വയനാടും ഒക്കെ ഉള്ള ന്യൂനപക്ഷ സമുദായത്തിൻ്റെ അകമഴിഞ്ഞ സപ്പോർട്ട് അവർക്കുണ്ടായിരുന്നു. അന്ന് ഇവർക്ക് ഭയങ്കരമായ ന്യൂനപക്ഷ സ്നേഹം ഉണ്ടായിരുന്നു. അന്ന് ഈ ജമാഅത്തി അവരുടെ കൂടെയാണ്. ജമാഅത്തിക്ക് ഒരു നിയോജക മണ്ഡലത്തിൽ എത്ര വോട്ടുണ്ടെന്നാണ് പറയുന്നത്? കൂടിപ്പോയാൽ ഒരു 100 വോട്ട് പോലും കാണത്തില്ല. ജമാഅത്തിയുടെ അടിസ്ഥാന തത്വം എന്താണ്? ഇപ്പൊ ഇതെല്ലാം തിരിച്ചു പറയേണ്ട കാരണം എന്താ? അനു ചോദിച്ചെന്നെ പറയുന്നത്, ഇവരുടെ കൂടെ നിന്നവരല്ലേ. അപ്പൊ അവരുടെ കൂടെ നിൽക്കുമ്പോൾ കൊള്ളാം, അല്ലേ? അല്ലേ? അപ്പുറത്തോട്ട് പോകുമ്പോൾ കൊള്ളത്തില്ല. ഈ സ്റ്റാൻഡേർഡ് എ കെ ബാലൻ അടിച്ച ഡയലോഗ് ഒന്ന് കേട്ടു നോക്കി. എ കെ ബാലനെ പാർട്ടിയിൽ പ്രായാധിക്യം കാരണം പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തി. 75 വയസ്സ് കഴിഞ്ഞ ആളാണ് എ കെ ബാലൻ. അപ്പൊ ഞാനിവിടെ ഉണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണോ? അതായത് UDF ഭരണത്തിൽ വന്നാൽ ജമാഅത്തി ആയിരിക്കും ഇവിടെ ആഭ്യന്തരം ഭരിക്കുക എന്നൊക്കെ പറയാന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളും കഴിക്കുന്നത് അരിയാഹാരമല്ലേ? ഞാൻ ചോദിക്കുന്ന സംശയം, ഇത് ആരെ കൂടെയാണ് ഇത് ചോദിക്കുന്നത്? ഇത് ആരെ കൂടെയാണ് ഈ പറയുന്നത്? ഇവർക്ക് പറയാനുണ്ടെങ്കിൽ ഇവർ ലീഗിനെ കുറിച്ച് പറയട്ടെ. അല്ല, എനിക്ക് തോന്നുന്നു സ്വരാജിന് മാത്രമാണ്, സ്വരാജിന്റെ പല അഭിമുഖങ്ങളാണ്, എം സ്വരാജിന്റെ അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനങ്ങളാണെങ്കിലും അദ്ദേഹം മാത്രമാണ് ജമാഅത്ത് ഇസ്ലാമി ആണെങ്കിലും പരോക്ഷമായിട്ട് വിമർശിച്ചിട്ടുള്ളത്. ഞങ്ങൾക്ക് ആരുടെയും വോട്ടുകൾ വേണ്ട, ഞങ്ങൾക്ക് ജനാധിപത്യ രീതിയിലുള്ള വോട്ടുകൾ മാത്രം മതി, ഞങ്ങൾ ആരുടെയും കൂട്ടുപിടിക്കത്തില്ല, ഒരു മത നേതാക്കന്മാരുടെയും തിണ്ണനിറങ്ങാൻ പോകത്തില്ല എന്ന് പ്രസംഗങ്ങളിലൂടെയും ഇന്റർവ്യൂയിലൂടെയും പത്രസമ്മേളനങ്ങളുടെയും പറയുന്ന ഒരേ ഒരാള് എനിക്ക് തോന്നുന്നത് സ്വരാജ് പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിന്. പക്ഷേ പിണറായിയുടെ നിലപാടാണെങ്കിലും ഗോവിന്ദ മാസ്റ്റർ നിലപാടാണെങ്കിലും ഇവരെല്ലാം നിങ്ങൾ ജമാഅത്ത് ഇസ്ലാമിയുടെ വോട്ട് വാങ്ങിച്ചില്ലേ എന്ന് ചോദിക്കുമ്പോൾ എന്തുകൊണ്ട് ഞങ്ങൾക്ക് വാങ്ങിച്ചൂടാ എന്ന് ചോദിക്കുന്ന ഒരു പാർട്ടി സെക്രട്ടറി. അല്ല, അപ്പൊ അന്ന് വാങ്ങാല്ലേ? ഇപ്പോൾ VD സതീശൻ അവർ വോട്ട് കൊടുക്കുമെന്ന് പറയുമ്പോൾ അത് എന്താണ് ഇവർ വിരൽ പിടിക്കുന്നത്? എന്ത് കാര്യത്തിനാണ് വിരൽ പിടിക്കുന്നത്? അല്ല, അവിടെ മറ്റൊരു കാര്യമുണ്ട്. VD സതീശന് ചോദിച്ചിട്ടില്ല, ഞങ്ങൾക്ക് ഇങ്ങോട്ട് വന്ന് സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞത്. അതെ, ഞങ്ങൾക്ക് ആരുടെയും വോട്ട് വേണം, അല്ലെങ്കിൽ ജമാഅത്ത് ഇസ്ലാമിന്റെ വോട്ട് ഞങ്ങൾക്ക് വേണം, ഞങ്ങൾക്ക് തരണം എന്ന് ആരും കോൺഗ്രസ് എന്ന് ചോദിച്ചിട്ടില്ല. പക്ഷേ ജമാഅത്തെ ഇസ്ലാമി ഇന്ന് പറയുകയാണ്, ഞങ്ങൾ LDFുമായിട്ടുള്ള എല്ലാ ബന്ധവും ഛേദിക്കുകയാണ്, ഞങ്ങൾ കോൺഗ്രസിനാണ് ഇനി അനുകൂലിക്കാൻ പോകുന്നത്, ഞങ്ങളുടെ വോട്ടുകൾ കോൺഗ്രസിന് കൊടുക്കാൻ പോകുന്നു എന്ന് പറഞ്ഞിടം തൊട്ട് ജമാഅത്തെ ഇസ്ലാമിയെ കടന്നാക്രമിച്ചുകൊണ്ട് CPM വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും നാളും ഒരു പാർട്ടിയുടെ രഹസ്യമായി വാങ്ങിച്ചുകൊണ്ടിരുന്ന വോട്ടുകളാണ്. തീർച്ചയായും രഹസ്യമല്ല. 40 വർഷമായി ഇടതുപക്ഷത്തിന് CPMനുമായിട്ട് ബാന്ധവമുള്ളവരാണ്. 40 വർഷം. അപ്പോൾ ഇപ്പോൾ അവർക്ക് മാറി. അതിനകത്ത് ഒരു കാര്യം രാഹുൽ, ഇതിനകത്തുള്ള ഒരു വിഷയം എന്നറിയാമോ? അവർക്ക് ഈ പറയുന്ന പോലെ ലോകസഭയിലെത്തിയപ്പോൾ അവരെന്തായി? അവർ മാറി. നിയമസഭയിൽ അവർ ന്യൂനപക്ഷത്തിൻ്റെ വോട്ടിലേക്ക് വന്നു. അപ്പോഴത്തേക്ക് ന്യൂനപക്ഷ വോട്ടിൽ വന്നു പറഞ്ഞപ്പോൾ ഹിന്ദു ഭൂരിപക്ഷ സമുദായത്തിൽ ഈഴവ കമ്മ്യൂണിറ്റിയുടെ വോട്ട് ഏതാണ്ട് പകുതി ശതമാനവും ബി ജെ പിയിലേക്ക് പോയി. മാത്രമല്ല കോൺഗ്രസിലേക്ക് പോകാൻ ഇത് വെള്ളാപ്പള്ളി നടേശന് പിണറായി വിജയൻ കൂടുതൽ പരിഗണന കൊടുക്കുന്നുണ്ടാണോ ഈ ഇത്തരത്തിലുള്ള സമീപനം? വെള്ളാപ്പള്ളി നടേശനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ എത്രയോ പ്രമാദമായ കേസുകൾ സർക്കാരിന്റെ കയ്യിലുണ്ട്. എത്രയോ കേസുകൾ അദ്ദേഹത്തിന്റെ വീട്ടിൽ പിന്നെ അദ്ദേഹത്തിന്റെ സിറ്റ് ഔട്ട് BJPയും ഹാള് കോൺഗ്രസും അടുക്കള BJPയും അങ്ങനെയൊക്കെയുള്ളൊരു മനുഷ്യനാണ്. അദ്ദേഹത്തിന് വ്യക്തമായ നിലപാടൊന്നും അല്ല. അദ്ദേഹത്തിന്റെ നിലപാടിലേക്ക് വരികയാണെങ്കിൽ കഴിഞ്ഞ നിലമ്പൂർ തെരഞ്ഞെടുപ്പിന് മുമ്പോട്ട് തുടങ്ങിയതാണ് മലപ്പുറത്തെ കൃത്യമായി ടാർഗറ്റ് ചെയ്തുകൊണ്ട് മുസ്ലിങ്ങളെ കൃത്യമായിട്ട് വിമർശിച്ചുകൊണ്ടിരുന്നൊരു വെള്ളാപ്പള്ളിയുടെ മുഖം. ആ മുഖച്ഛായ ജമാഅത്തെ ഇസ്ലാമിക്ക് ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണോ യഥാർത്ഥത്തിൽ പിണറായി വിജയനെ ഇപ്പോൾ ഞങ്ങൾ മാറ്റി നിർത്തുന്നു എന്ന രീതിയിലേക്ക്, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഞങ്ങൾക്ക് ഇനി വേണ്ട, ഞങ്ങൾ വോട്ട് തരുത്തില്ല എന്ന് പറയുന്ന ഒരു നിലപാടിലേക്ക് തെറ്റല്ലേ രാഹുലെ? തെറ്റല്ലേ? 2018-19 എന്ന് പറയുന്ന ആ കാലയളവിൽ ഇവർ ന്യൂനപക്ഷത്തിൻ്റെ വോട്ട് വാങ്ങി, ലോകസഭയിൽ വാങ്ങി, ലോകസഭയിൽ ഒരു പാറ്റേൺ, നിയമസഭയിൽ മറ്റൊരു പാറ്റേൺ. ഇപ്പോൾ അവർക്ക് വീണ്ടും ഭൂരിപക്ഷത്തിൻ്റെ വോട്ട് വേണം.
ഒരു കൊല്ലത്തിന് മുമ്പ് തന്നെയല്ലേ അദ്ദേഹം ഈ മലപ്പുറം പരാമർശം നടത്തിയിരിക്കുന്നത് അല്ലേ? അപ്പൊ അതെന്തിനാണ് ഭൂരിപക്ഷത്തിനെ കൂടെ നിർത്താനാ? മരുമകന് അതായത് റിയാസിന് മകളെ കല്യാണം കഴിച്ചു കൊടുത്ത സമയത്ത് ലീഗുമായി അല്ലെങ്കിൽ മുസ്ലിം സ്നേഹം കൂടുതലായിരുന്നു. ശേഷം അടുത്ത ഒരു വർഷം ആകും മുമ്പ് ഭൂരിപക്ഷത്തിന്റെ വോട്ട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ പറയുന്ന ഈഴവ വോട്ട് മാറി, നായർ വോട്ട് മാറി, ഹിന്ദുവിലെ ഭൂരിപക്ഷ വോട്ട് മാറിയപ്പോൾ ഭൂരിപക്ഷ വോട്ടാണ് വിജയം നിശ്ചയിക്കുന്നതെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനും പാർട്ടി സെക്രട്ടറിക്ക് ഇപ്പോഴേ ബോധ്യമായുള്ളൂ. അതുകൊണ്ടാണ് ഈ ഇല്ലാത്ത സ്നേഹം കാണിക്കുന്നത്. പിന്നെ നിങ്ങൾ ചോദിച്ച പോലെ വെള്ളാപ്പള്ളിയെ സംബന്ധിച്ച് വെള്ളാപ്പള്ളിക്ക് കച്ചവടമാണല്ലോ. ഒരു സ്കൂളിൽ ഒരു അധ്യാപകൻ മുതൽ ഒരു പിയൂണ് മുതൽ SNDP എനിക്കറിയാം. എൻ്റെ മൂത്ത മകൾക്ക് ഞാൻ വർക്കല SM കോളേജിൽ അവളുടെ ഡിഗ്രി PG വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് ഞാൻ അഡ്മിഷൻ പോയപ്പോൾ 2.5 ലക്ഷം രൂപയാണ് എന്നോട് ചോദിച്ചത്. മെറിറ്റ് ആയിട്ട് പോലും 2.5 ലക്ഷമാണ് ചോദിച്ചത്. ഞാൻ എൻ്റെ കുട്ടിയെ പഠിപ്പിച്ചില്ല. അപ്പോൾ ഇതുപോലെ കാശ് കിട്ടണം. മലപ്പുറത്ത് അവർക്ക് സ്കൂൾ വേണം. അപ്പോൾ രാഹുൽ പറഞ്ഞ പോലെ ഒരു മുഖ്യമന്ത്രിക്ക് ചേർന്ന പരാമർശമായിരുന്നോ മലപ്പുറത്ത് അദ്ദേഹം നടത്തിയത്? നമ്മൾ കേരളത്തിലെ എല്ലാവരുടെയും മുഖ്യമന്ത്രിയാണ് അദ്ദേഹം. ഒരു മുഖ്യമന്ത്രി ഒരിക്കലും പറയാൻ പാടില്ലാത്തതാണ്. ഇപ്പൊ അദ്ദേഹം എന്താ കാണിക്കുന്നത്? ഇന്നലെ അദ്ദേഹം ഒരു വലിയ മതസംഘടനയുടെ 100ാം വാർഷികത്തിന് അദ്ദേഹം പോയി പങ്കെടുത്തല്ലോ. ഇപ്പൊ അവര് അവിടെയും ഇവിടെയും ഒക്കെ ചവിട്ടുക. ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് EMSന്റെ കാലം മുതൽ ഇങ്ങനെയാണ്. EMSന്റെ നിങ്ങൾ ഒരു M സ്വരാജിനെ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. M സ്വരാജ് കുറച്ചുകൂടെ കഴിയട്ടെ, M സ്വരാജൊക്കെ പ്ലേറ്റ് മാറ്റും. ഇപ്പൊ ഇലക്ഷൻ അടുത്ത് വരെയല്ലേ? അപ്പൊ കഴിഞ്ഞ നിയമസഭയിൽ ന്യൂനപക്ഷത്തിന്റെ വോട്ടിൽ വന്നു. ഇപ്പൊ അവർക്ക് പ്രതീക്ഷയില്ല. കാര്യം കോഴിക്കോടൊന്നും ഇനി ഇവർ വിചാരിക്കണ പോലെ വോട്ടൊന്നും അറിയത്തില്ല. ഈ ഒറ്റ മലപ്പുറം പരാമർശം മതി ജനം മാറാനായിട്ട്. ഒരൊറ്റ മലപ്പുറം പരാമർശം മതി, അത് മാറും. അവർ മാറിക്കഴിഞ്ഞു. അതവർ വല്ലതും വിരൽ പിടിപ്പിക്കുന്നുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ജമാഅത്തിയാണ് ഇവിടെ ആഭ്യന്തരം കൈകാര്യം ചെയ്ത് പറഞ്ഞ് നമുക്ക് ആർക്കും മനസ്സിലാവും. അല്ലെങ്കിൽ ഇവർ പറയുന്നത് ലീഗാണ് ചെയ്യണമെന്ന്. ലീഗിനെ അവരെന്താ പറയുന്നത്? ലീഗ് അപ്പം മത സംഘടനയല്ലേ? അല്ല, ലീഗ് പാർട്ടിയിലേക്ക് വരികയാണെങ്കിൽ സ്വാഗതം ചെയ്യുന്നു, സുസ്വാഗതം. അത് പറയുമ്പോൾ ഞാൻ ഒരു കാര്യം കൂടെ പറയും. ഇപ്പോഴും പറയുന്നുണ്ട് ലീഗ് അവിടെ അസ്വസ്ഥരാണ്. എന്തിനാണ് നിങ്ങൾ അസ്വസ്ഥരായ അവിടെ വയ്ക്കുന്നത്? ഞങ്ങളോടൊപ്പം വരൂ എന്ന് പറയുന്നുണ്ടല്ലോ അവിടെ. അപ്പൊ ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, 1986 MB രാഘവൻ എന്ന് പറയുന്ന CPMന്റെ ഗർജിക്കുന്ന സിംഹമായിരുന്ന ഒരു നേതാവാണ്. അദ്ദേഹത്തിന് ഇവര് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത് എന്തായിരുന്നു? ബദൽ രേഖ അദ്ദേഹം കൊണ്ടുവന്നതാണ്. അന്ന് അദ്ദേഹത്തിന് പുറത്താക്കാൻ അന്ന് ലീഗ് കൊള്ളില്ല, ഇന്ന് ലീഗ് കൊള്ളാം. ഒന്നും പറയണ്ട. വോട്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓടി നടന്ന് ഇനാഗുറേറ്റ് ചെയ്യണം അല്ലേ? എല്ലായിടവും നമ്മൾ തമാശയ്ക്ക് നാട്ടിൻ ഭാഷയിൽ പറയും, ഉടുത്ത പാതി ഉടുക്കാത്ത പാതി അദ്ദേഹം ഓടിക്കൊണ്ടിരിക്കുക. നിങ്ങളെ എന്നെയും പറ്റിക്കാനായിട്ട് പരസ്യങ്ങളൊക്കെ എന്തെല്ലാമാണ്? ആശുപത്രി സജ്ജം അല്ലെ? ആശുപത്രി സജ്ജം, ആരോഗ്യ മേഖല കിടിലം, പിന്നെ വേറെ എന്തൊക്കെയാ കിടിലം? കേരളം നമ്പർ 1 ഒന്നും എല്ലാം മാറി. ഇനി വരാൻ പോകുന്നത് പാവപ്പെട്ടവരില്ല, അതിദരിദ്രരില്ല. നിങ്ങൾ ഇപ്പൊ പിണറായി വിജയൻ കാണും, നിങ്ങൾ എന്നെ ഇപ്പൊ കാണും. ഇപ്പൊ പാർട്ടി സഹാക്കളോടൊക്കെ ഭയങ്കര സ്നേഹമാ സഹാക്കൾക്ക്, അതറിയോ? സഹാവ് SIRൽ വന്ന് തിരക്കിയായിരുന്നോ? സഹാവിന്റെ പേരുണ്ടോ? പെങ്ങളുടെ പേരുണ്ടോ? ഭാര്യയുടെ പേരുണ്ടോ? കഴിയട്ടെ. 25 കാറ്, 35 പോലീസ്. എന്നെ നിങ്ങളെ അറിയോ? ഇല്ല. അപ്പോൾ ജമാഅത്ത് ഇസ്ലാമി വോട്ട് കൊടുക്കണമെങ്കിൽ കൊടുക്കും, അത് അവരെ ഇഷ്ടമാണ്. അതിൽ AK ബാലനോ അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനോ ഇനി ഇല്ലാത്ത സ്നേഹം കാണിച്ചാലോ? എന്തായാലും ബേപ്പൂരൊക്കെ നല്ല മത്സരമായിരിക്കും. കോഴിക്കോട് ഏറ്റവും കുറഞ്ഞ 7 സീറ്റെങ്കിലും. ഇത് നമ്മൾ വിദ്യാർത്ഥികളാണ്, രാഷ്ട്രീയ വിദ്യാർത്ഥികളാണ്, നമ്മൾ പറയുന്നതല്ല. വർഷങ്ങളായിട്ട് കോഴിക്കോട് ഏഷ്യാനെറ്റ് ചാനലിലേക്ക് ഷാജഹാനൊക്കെ പറയുന്നതാണ്. ഷാജഹാനെ പോലെ വർഷങ്ങളായിട്ട് കോഴിക്കോട് വർക്ക് ചെയ്യുന്നവരാണ്. അവർ പറയുന്ന മാറ്റമുണ്ടാകും, കോൺഗ്രസിന് സീറ്റ് വരും. അപ്പൊ CPM വല്ലാതെ വിരളി പിടിക്കുന്നുണ്ട്. CPM അപ്പോൾ തീർച്ചയായിട്ടും ഭയപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഒരു നിയോജക മണ്ഡലത്തിൽ കേവലം 10 വോട്ട് പോലും ജമാഅത്തെ അവർ ഭയക്കുകയാണെങ്കിൽ, ഇപ്പൊ രാഹുൽ പറഞ്ഞ പോലെ ഇവര് വിളിക്കട്ടെ. അല്ല, എനിക്കൊന്ന് UDFന്റെ ഒരു നിലപാട് അല്ലെങ്കിൽ അവരുടെ നേരത്തെ ഇലക്ഷൻ സ്ട്രാറ്റജിയിൽ അവർ മുന്നോട്ട് വെച്ചത് കോഴിക്കോട് 8 സീറ്റിന് മുകളിൽ ലഭിക്കും. തീർച്ചയായിട്ടും പേടിക്കുന്നുണ്ട്. CPM വല്ലാതെ പേടിക്കുന്നുണ്ട്. CPM കോഴിക്കോട് പേടിക്കുന്നുണ്ട്, കണ്ണൂർ പേടിക്കുന്നുണ്ട്. ഇവരുടെ തട്ടകം എന്ന് പറഞ്ഞാൽ ഇവർക്കിനി അവിടെ പേടിപ്പിക്കുക നമ്മുടെ മധ്യ കേരളവും അതുപോലെ തെക്കൻ കേരളവുമാണ് ഇവരിപ്പോൾ ആകെ നോക്കുന്നത്. അപ്പൊ ഏതായാലും നമുക്ക് നോക്കാം. കേവലം ഒരു നിയോജകമുണ്ട്, പറഞ്ഞോളൂ. കൊല്ലമായിരിക്കുമോ ഇനി CPMന്റെ ഏറ്റവും വലിയ തട്ടകം എന്ന് പറയുന്നത്? കൊല്ലമൊന്നും കിട്ടത്തില്ല, കൊല്ലവും കിട്ടത്തില്ല, തിരുവനന്തപുരവും കിട്ടത്തില്ല, ആലപ്പുഴ എനിക്കറിയില്ല. ഈ പറയുന്ന പോലെ തോമസ് അല്ല, CPMനെ സംബന്ധിച്ച് ഏറ്റവും ശക്തമായിട്ടുള്ള കേന്ദ്രങ്ങൾ നിൽക്കുന്നത് ഒന്ന് കൊല്ലത്തും ആരാ ഭരിക്കണേ? കോൺഗ്രസ് ആണല്ലോ അല്ലെ? അതെ. തിരുവനന്തപുരത്ത് BJP കൊണ്ടുപോയല്ലോ. അതെ. ആലപ്പുഴ എന്തായി? ആലപ്പുഴ അരാപരം കൊണ്ട പിടിച്ചു. ഒന്നും പ്രതീക്ഷിക്കേണ്ട. നമ്മൾ അല്പം മുമ്പ് ഒരു സംസാരത്തിൽ പറഞ്ഞ പോലെ ഇവർക്ക് പാർലമെന്ററി തലത്തിൽ ഇപ്പൊ ഇതുമായി ബന്ധപ്പെട്ട വിഷയമല്ല. കവി സച്ചിദാനന്ദൻ പറഞ്ഞൊരു വർത്തമാനമുണ്ട്. ഇനി ഒരിക്കൽ കൂടെ ഭരണം വരാതിരിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞെങ്കിൽ അദ്ദേഹം ഒരു കവിയായതുകൊണ്ടും യഥാർത്ഥ ഇടതുപക്ഷക്കാരനായതുകൊണ്ടുമാണ്.
അത് അദ്ദേഹം പറയുന്നതിനോട് ചേർന്ന് നിൽക്കാൻ ശിവൻകുട്ടി ആഗ്രഹിക്കുന്നുണ്ട്, ശൈലജ ടീച്ചർ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അവർ ചേർന്ന് നിൽക്കാൻ പറ്റൂല. കാര്യം തോക്കണമെന്ന് അവരെങ്ങനെ പറയും? അല്ല, അവര് പറയുന്നത് അദ്ദേഹം പാർട്ടിയിലില്ല. പാർട്ടിയിലുള്ള എത്ര പേര് പറയും? രാഹുൽ പറ. പാർട്ടിയിലുള്ളവർ ഇന്ന് നെഞ്ചി കൈവച്ച് പറയുന്നത് ഇതൊന്ന് ഒഴിഞ്ഞു മാറിയിരുന്നെങ്കിൽ ഇവന്റെയൊക്കെ അഹങ്കാരം ഒന്നും തീർന്നിരുന്നെങ്കിൽ എന്ന് പറയുന്ന എൻ്റെ നാട്ടിലെ കമ്മ്യൂണിസ്റ്റുകാർ സഖാക്കളുണ്ട്. ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. അത് ഇവർക്ക് അറിയാത്തതുകൊണ്ടല്ല. നമ്മൾ ഇന്ന് വരെ CPM എന്ന് പറയുന്ന പാർട്ടിയുടെ ഇത്തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ ആളില്ല കസേരയെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഞാൻ കേട്ടിട്ടില്ല. അതും കണ്ണൂര് പയ്യന്നൂരൊക്കെയാണ് ആളില്ലാത്ത. അപ്പം ശുഭം എന്ന കാർഡ് കാണിക്കാൻ സമയമായി. സാർ സലാം വെച്ച് പൊയ്ക്കോളൂ എന്ന് പറയേണ്ട ആൾക്കാർ പറഞ്ഞു കഴിഞ്ഞു ആൾറെഡി. പിന്നെ ഇനി എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരുടെ സംഘടനാ പരിപാടിയുണ്ട്, ഇവർ മിഷണറി ഉണ്ട്. പിന്നെ ബി ജെ പിക്ക് കോൺഗ്രസ് മുക്ത ഭാരതം മനസ്സിൽ കിടക്കുകയാണ്. ഇനി എന്തെങ്കിലും അടിയൊഴുക്കുകൾ ഉണ്ടായാലേ ഒരു തൂക്ക് ഗവൺമെന്റ് എങ്കിലും നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെയാണെങ്കിൽ ഏതായാലും നമ്മൾ ജമായത്തിൽ തുടങ്ങിയാൽ തന്നെ നമുക്ക് അവസാനിപ്പിക്കാം. ജമായത്തി എന്ന് പറയുന്ന ഓം നമ ശിവായ എന്ന് മന്ത്രം വിടുന്ന പോലെ, അല്ലെങ്കിൽ പേക്കിനാവും അല്ലേ? AK ബാലനൊക്കെ ഞെട്ടി ഉണരുന്നു ജമായത്തി വോട്ട് പോയെന്നല്ലേ അല്ലേ? AK ബാലൻ ഞെട്ടി ഉണരുന്നു, പിണറായി വിജയൻ ഞെട്ടി ഉണരുന്നു. അപ്പൊ ജമായത്തി അത്രയ്ക്ക് ഭയങ്കര സംഭവമാണ്. കേരള രാഷ്ട്രീയം ഇനി നിയന്ത്രിക്കാൻ പോകുന്നത് ജമാഅത്തെ ഇസ്ലാമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വിജയ പരാജയങ്ങൾ തീരുമാനിക്കാൻ പോകുന്നത് ജമാഅത്തെ ഇസ്ലാമിയാണോ? രാവിലെ അത് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അതായത് ഒരു മുസ്ലിം മതവിരുദ്ധ രാഷ്ട്രീയമാണ് CPM പറയാതെ പറയുന്നത്. മുസ്ലിം, അതായത് കോൺഗ്രസ് വന്നാൽ മുസ്ലിങ്ങളായിരിക്കും കേരളം ഭരിക്കുന്നത്, അല്ലയോ ഹിന്ദുക്കളെ എന്ന് പറയാതെ പറയുക.